യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. സുവിശേഷീകരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. ആധാരമായി നമ്മുടെ വാഴ്ത്തപ്പെടുവനായ മശിഹാ തമ്പുരാൻ അവസാനമായി തൻ്റെ വാത്സല്യ ശിഷ്യന്മാരോട് പ്രസ്താവിച്ചതായിരിക്കുന്ന ഒരു പ്രസ്താവന മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു തൻ്റെ വാത്സല്യ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കണം. ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക എന്ന ദൗത്യമാണ് ശിഷ്യന്മാരെ യേശു ക്രിസ്തു പരമേൽപ്പിച്ചത്. യേശു ക്രിസ്തു അധികാരമുള്ളവനാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിക്കും സകല അധികാരവും പ്രാപിച്ച യേശു ക്രിസ്തുവാണ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുവാനിടയായത്. യേശു ക്രിസ്തുവിന് എന്തെല്ലാമുള്ള അധികാരമാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് തിരുവചനത്തിൽ നിന്ന് ചില വചനങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. സകല അധികാരവും നൽകപ്പെട്ട യേശു ക്രിസ്തുവിനെ പാപങ്ങളെ മോചിക്കുവാൻ അവന് അധികാരമുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 6-ാം വാക്യം. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. ആമേൻ. യേശു ക്രിസ്തുവിന് പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന് ആ വചനം നമ്മെ മനസ്സിലാക്കുന്നു. രണ്ടാമത്, യേശു ക്രിസ്തുവിന് ദുരാത്മാക്കളുടെ മേൽ അധികാരമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 27-ാം വാക്യം. എല്ലാവരും ആശ്ചര്യപ്പെട്ട്, ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. ദുരാത്മാക്കളുടെ മേൽ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട്. ന്യായവിധി നടത്തുവാൻ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 27-ാമത് വാക്യം. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. അധികാരം പ്രാപിച്ചവനായ യേശു ക്രിസ്തുവിനെ നരകത്തിൽ തള്ളുവാനും ഉള്ള അധികാരമുണ്ട് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ക്രിസ്തുവിന് സകല അധികാരമുണ്ട് എന്ന് താൻ അവകാശപ്പെടുമ്പോൾ അതിന് തെളിവായിട്ട് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട്, ദുരാത്മാക്കളുടെ മേൽ അധികാരമുണ്ട്, ന്യായവിധി നടത്തുവാൻ അവന് അധികാരമുണ്ട്, നരകത്തിൽ തള്ളുവാൻ അവന് അധികാരമുണ്ട്. ഇങ്ങനെയുള്ള അധികാരം പ്രാപിച്ച യേശു ക്രിസ്തുവാണ് ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ശിഷ്യന്മാര് പരമേൽപ്പിക്കപ്പെട്ടത്. മാത്രമല്ല, അവരോട് യേശു ക്രിസ്തു പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാമത് വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ച, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടവും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. എല്ലായിടത്തും പോയി സാക്ഷികളാകണം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. അപ്പൊ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി ശക്തി പ്രാപിക്കണമെന്ന് യേശു ക്രിസ്തു അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ശിഷ്യന്മാരൊക്കെയും മർക്കോസിന്റെ മാളികയിൽ 10 ദിവസങ്ങൾ അവരൊരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുകയും ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. അതിന് പ്രകാരം 10 ദിവസമായപ്പോൾ പെന്തക്കോസ്താൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തു.
അവിടെ വന്നിരിക്കുന്നതായ ജനം അത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതം ആയി മാറി. വീഞ്ഞു കുടിച്ചവരാണ് എന്ന് പരിഹസിക്കുവാൻ തക്കവണ്ണം ഇടയായി. എങ്കിലും ദൈവത്തിന് സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ 11 പേരോട് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വീഞ്ഞു കുടിച്ചവരല്ല, ഇപ്പോൾ ഇവർ പരിശുദ്ധാത്മാവും നിറഞ്ഞവരാണ്. അതുകൊണ്ട് തിരുവെഴുത്തുകളെ ആധാരമാക്കിയുള്ള ഒരു പ്രസംഗം പത്രോസ് അവിടെ ചെയ്യുകയുണ്ടായി. ആ വചനം കേട്ട എല്ലാവരുടെയും ഹൃദയത്തിൽ കുത്തുകയും ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പത്രോസിനോട് ആവശ്യപ്പെടുകയും പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് അവരോട് പറയുകയുണ്ടായി. ആ വചനം കേട്ടവരിൽ 3000-ഓളം പേര് സ്നാനപ്പെട്ട് ശിഷ്യന്മാരോട് ചേരുവാനിടയായി. അങ്ങനെ പെന്തക്കോസ്ത് നാളിൽ 120 പേരായി മർക്കോസിന്റെ മാളികയിൽ കൂടി വന്ന ആ ഒരു ചെറിയ കൂട്ടം പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചപ്പോൾ, സുവിശേഷം അറിയിച്ചപ്പോൾ 3000-ഓളം പേര് സ്നാനപ്പെടുകയും അങ്ങനെ 3120 എന്ന അളവിലേക്ക് സഭ വളരുകയും ചെയ്തു. തുടർന്ന് അധ്യായങ്ങളുടെ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000 എന്ന വചനത്തിൽ വായിക്കുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ പുരോഹിതന്മാരിൽ വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ സഭ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് ദൈവത്തിന്റെ വചനം സംസാരിച്ചതിലൂടെ അനേകർ രക്ഷിക്കപ്പെടുന്നതിനും സ്നാനപ്പെടുന്നതിനും ദൈവ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുന്നതിനും സഭയോട് ചേർന്ന് വരുന്നതിനും ഇടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ്. രക്ഷിക്കപ്പെടുന്നവർ മാത്രമാണ് ദൈവസഭയുടെ അംഗങ്ങൾ. അത് സഭയിൽ അംഗങ്ങളായി ചേർക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് സുവിശേഷം പറയുമ്പോൾ ആത്മാക്കളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയും പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും യേശുവിനോട് ചേരുവാനായിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യേശു കൽപ്പിച്ചതുപോലെ സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് വരുന്നു. ആ പ്രവർത്തനങ്ങൾ ഇന്നും തുടർന്നു വന്നുകൊണ്ടിരിക്കാം. 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചതായിരിക്കുന്ന ആത്മീയ ശുശ്രൂഷ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഇന്നും 21-ാം നൂറ്റാണ്ടിലും ഈ സുവിശേഷം ലോകത്തെമ്പാടും പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും അധികം പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് ദൈവത്തിന്റെ സഭ മാത്രമാണ്. ലോകത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും തളർന്നുകൊണ്ടിരിക്കുമ്പോൾ വളരുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സഭയാണ്. ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും തനിക്കുള്ളവരെ അവൻ വിലയ്ക്ക് വാങ്ങി ദൈവസഭയുടെ അംഗങ്ങളാക്കി തീർക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികളിൽ ആരംഭിച്ച ആത്മീയ പ്രവർത്തനങ്ങൾ തുടർന്ന് മുന്നോട്ട് വന്നപ്പോൾ ശക്തമായ പ്രതികൂലങ്ങളും എതിർപ്പുകളും ഉണ്ടാകുവാനിടയായി. യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയും ആളുകൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് വരുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ജാതീയ കോട്ടകളിലെ സമുദായത്തിന്റെ മധ്യത്തിലൊക്കെയും ശക്തമായ എതിർപ്പുകളും പ്രതികൂലങ്ങളും ഉണ്ടായി. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ ഈ മാർഗത്തിനെതിരായി മുന്നോട്ട് വന്നു. ആ കാലത്ത് ഏറ്റവും ശക്തമായി പ്രതികൂലമായി മാറിയ ഒരു വ്യക്തിയായിരുന്നു പൗലൂസ്. പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ എതിർപ്പുകളും പ്രതികൂലമായി ഈ മാർഗത്തിൽ കാണുന്നവരെ പിടിച്ചുകെട്ടി കല്ലെറിഞ്ഞ് കൊല്ലുവാനുള്ള അധികാരപത്രവുമായി മുന്നോട്ട് പോയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗൽ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ ദർശനം ഉണ്ടാകുകയും താൻ കുതിരപ്പുറത്തു നിന്ന് താഴെ വീഴുകയും നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്നതിനായി യേശു ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ശൗലിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരികയും അവൻ താമസിക്കാതെ പ്രാർത്ഥനാ നിരതനായിരിക്കുകയും അവൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ച് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് വരുവാനിടയായി തീർന്നു. അങ്ങനെ ശൗൽ മാനസാന്തരപ്പെട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ യഹൂദ മതത്തിനിടയിൽ തന്നെ വിപ്ലവകരമായ ഒരു മാറ്റം സംഭവിക്കുകയായിരുന്നു. ശൗലിനെ കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിന്റെ 22-ാമത് വാക്യം നമുക്ക് വായിക്കാം. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു, ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ സുവിശേഷത്തിനെതിരായി നിന്ന് ക്രിസ്തീയ മാർഗത്തിൽപ്പെട്ട ആളുകള് ഉപദ്രവിക്കുക, കല്ലെറിയുക, കൊല്ലുക, പിടിച്ചു കെട്ടുക തുടങ്ങിയ
ക്രിസ്തീയ മാർഗത്തെ തകർക്കുവാൻ വേണ്ടി വളരെ ശക്തമായി മുന്നോട്ട് വന്ന ഒരു യൗവനക്കാരനായിരുന്നു ശൗൽ. എന്നാൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം തന്നിൽ കവരുകയും സുവിശേഷത്തിന്റെ ശക്തി തന്നിൽ ഭയപ്പെടുകയും അങ്ങനെ തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിവർത്തനം വന്നിട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും കർത്താവിന്റെ പാതയിലേക്ക് വടന്ന് വരികയും താൻ യേശുക്രിസ്തുവിനോട് ചേർന്ന് ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയും അങ്ങനെ താൻ പ്രാർത്ഥനാ നിരതനായിരുന്ന ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് വരുവാനിടയായി തീർന്നു. ആ ശക്തി പ്രാപിച്ചതായിരിക്കുന്ന ശൗൽ വളരെ ശക്തമായി ദൈവകരങ്ങൾ ഉപയോഗിക്കുകയാണ്. നാം ഇവിടെ വായിച്ചതുപോലെ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് പ്രസംഗിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി എന്ന് വചനത്തിൽ വായിക്കുന്നു. അഗാധമായ പാണ്ഡിത്യം പ്രാപിച്ച വചനത്തിൽ പഴയ നിയമ ഭാഗങ്ങളിലൊക്കെ നന്നായി പ്രാഗൽഭ്യം പ്രാപിച്ചുള്ള വ്യക്തിയായിരുന്നു ശൗല്. ഗമാലിയലിന്റെ കാക്കലിൽ നിന്ന് ന്യായപ്രമാണം അഭ്യസിച്ചിട്ടുള്ളവനാണ്, പ്രമാണം അറിഞ്ഞിട്ടുള്ളവനായിരിക്കുന്നത് കൊണ്ട് തനിക്ക് പഴയ നിയമ ഭാഗങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ആ സ്നേഹം കൂടെ തന്റെ മേൽ വരികയും പരിശുദ്ധാത്മാവിന്റെ നിറവ് താൻ പ്രാപിക്കുകയും ചെയ്തപ്പോൾ വചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പാനും ക്രിസ്തു തന്നെയാണ് രക്ഷിതാവ്, യേശു തന്നെയാണ് രക്ഷകൻ എന്നുള്ള കാര്യം തറപ്പിച്ച് പ്രസ്താവിക്കുവാനും യഹൂദന്മാരുടെ വായടപ്പിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ വചനം തെളിയിച്ച് പ്രസംഗിക്കുവാനായിട്ട് അവിടെ ശൗലിനെ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സുവിശേഷീകരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ ആഴമായ ഗ്രാഹ്യമുണ്ടാകുകയും ദൈവവചനം ശക്തമായി പഠിച്ച് തെളിവോടുകൂടെ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, അവനാണ് മശിഹ, അവനാണ് രക്ഷിതാവ് എന്ന് തെളിയിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്നത്. ആ ദൈവവചനം കേൾക്കുന്നവരുടെ ഈ സംശയരഹിതമായി യേശുക്രിസ്തു രക്ഷിതാവാണ് എന്ന് അംഗീകരിക്കത്തക്ക രീതിയിൽ തെളിവ് സഹിതം വചനത്തിൽ നിന്ന് ശക്തമായി മറപൊരുളില്ലാതെ വ്യക്തമായി സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്തി മാനസാന്തര അനുഭവത്തിലേക്കും രക്ഷാനുഭവത്തിലേക്കും സ്നാനത്തിലേക്കും ആത്മനിറവിലേക്കും അവരെ നയിക്കുവാനിടയായിത്തീരും. ഈ വിധമുള്ളതായിരിക്കുന്ന സുവിശേഷ പ്രവർത്തനമാണ് ഒന്ന് ആവശ്യമായിരിക്കുന്നത്. ശൗല് അത് അപ്രകാരം സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. നാം വേദപുസ്തകം പഠിക്കുന്നതായ സന്ദർഭത്തിൽ പ്രൗഢഗംഭീരമായ ലേഖനങ്ങളൊക്കെ ശൗലിൻ്റെതായിട്ട് അല്ലെ പൗലൂസിൻ്റെതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ശക്തമായ ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത് പൗലൂസാണ്. ദൈവത്തിന് സ്തോത്രം. തന്റെ ലേഖനങ്ങളിലൂടെയാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ച് ശക്തമായി പ്രതിപാദിച്ചിട്ടുള്ളത് പൗലൂസിന്റെ ലേഖനങ്ങളിലാണ്. അതുപോലെ ദൈവസഭയുടെ നടപടിക്രമങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുള്ളത് അപ്പോസ്തലനായ പൗലൂസാണ്. എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ദൈവ സംസർഗത്തിൽ താൻ മരുഭൂമിയിൽ പോയിരുന്ന് ദൈവമായി 3.5 വർഷം താൻ ഇടപെടുന്നില്ല ദൈവമായി സംസാരിച്ച് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. പൗലൂസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്ത് എന്തെന്നാൽ എന്ന് നാം വായിക്കുന്നു. അപ്പോൾ താൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്, പ്രാപിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അധികാരത്തോടുകൂടി അത് തനിക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും കൃപയെ ആസ്വദിക്കുകയും ദൈവവുമായുള്ള സജീവമായ ബന്ധത്തിൽ ആയിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമായ ആത്മീയ കാഴ്ചപ്പാടും ദർശനങ്ങളും ആലോചനകളും ദൂതുകളും നൽകുകയും അത് പരിശുദ്ധാത്മശക്തിയോടുകൂടെ സംസാരിക്കുന്നതായ സന്ദർഭത്തിൽ അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം പൗലൂസ് പറയാണ്, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ മാത്രം അറിയുന്നവനായിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. കാരണം ക്രൂശിന്റെ വചനങ്ങൾ നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്കോ ദൈവശക്തിയുമാണ്. യേശുക്രിസ്തുവിന്റെ ആ ക്രൂശിനെ കുറിച്ചുള്ള സന്ദേശം നാം അറിയിക്കുമ്പോൾ ആ ദൈവവചനത്തിന് ശക്തിയുള്ളത് കൊണ്ട് അത് രൂപാന്തരപ്പെടുത്തുവാൻ മതിയായതാണ്. ഞാൻ കൊരിന്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത് ഏറ്റവും മോശമായ ഒരു പട്ടണമായിരുന്നു. മറ്റൊരു കാര്യം ഇതാണ്, കൊരിന്ത് പട്ടണം ഏറ്റവും അധികം അസന്മാർഗീയത നിറഞ്ഞ റോമാ സാമ്രാജ്യത്തിലെ ഒരു പട്ടണമായിരുന്നു. റോമാ സാമ്രാജ്യത്തെ സംബന്ധിച്ചോളം വിഗ്രഹാരാധന നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു. മാത്രവുമല്ല സദാചാര ബോധമില്ലാത്ത ആളുകളായിരുന്നു. ബുദ്ധി വൈഭവവും ജ്ഞാനവുമുള്ള ജനമായിരുന്നെങ്കിലും അവർ ധാർമ്മികമായി വളരെയധികം അധപ്പതിച്ച ഒരു സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തില് ഏറ്റവും മോശമായ ഒരു സ്ഥലമായിരുന്നു കൊരിന്ത്. കൊരിന്തിനെ സംബന്ധിച്ചിടത്തോളം
അസന്മാർഗി അല്ലെങ്കിൽ കൊള്ളരുതാത്ത ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിന് പകരമായി ഒരു കൊരിന്തുകാരൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യമാകുമായിരുന്നു. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ഒരു വേല ആരംഭിക്കുന്നതിന് വേണ്ടി, സഭ ആരംഭിക്കുന്നതിന് വേണ്ടി പൗലോസ് ആഗ്രഹിക്കുകയും അതിനായി താൻ ദൈവസന്നിധി താല്പര്യപ്പെടുകയും ചെയ്തു. അവിടെ പൗലോസ് പറയുന്നത്, എനിക്ക് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയുന്നവനായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ പട്ടണത്തിൽ സുവിശേഷം അറിയിക്കണമെങ്കിൽ തൻ്റെ ബുദ്ധിവൈഭവം കൊണ്ടോ, തൻ്റെ പാണ്ഡിത്യം കൊണ്ടോ, തൻ്റെ അറിവുകൾ കൊണ്ടോ, തൻ്റെ ജ്ഞാനം കൊണ്ടോ തനിക്ക് അവിടെ ആത്മാക്കളെ നേടുവാൻ കഴിയില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ താൻ പ്രസംഗിക്കുമ്പോൾ ക്രൂശിന്റെ വചനങ്ങൾക്ക് ശക്തി ഉള്ളതുകൊണ്ട് ആ വചനങ്ങൾ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുമെന്ന് തനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ക്രൂശിന്റെ വചനങ്ങൾക്ക് ശക്തിയുണ്ട്. ആ ശക്തിയുള്ള വചനങ്ങൾ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. പ്രാകൃതരായിരിക്കുന്ന, പാപികളായിരിക്കുന്ന മനുഷ്യരെ രൂപാന്തരപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ മാനുഷിക വാക്കുകൾ കൊണ്ട് അസാധ്യമാണ്. എന്നാൽ ദൈവത്തിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മ നിറവോടുകൂടി വചനത്തിന്റെ ശക്തിയോടുകൂടെ നാം സംസാരിക്കുമ്പോഴാണ് ജീവിതങ്ങൾ അത് രൂപാന്തരപ്പെടുവാനായിട്ട് പോകുന്നത് എന്ന് പൗലോസിന് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ട് താനെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ശക്തമായി പ്രസംഗിക്കുകയും അവിടെ ധാരാളം ആളുകൾ മുന്നോട്ട് വന്ന് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ആ പാപം എന്ന് പറയുന്നത് പാപം മനുഷ്യ ജീവിതത്തിൽ മറച്ചു വെക്കുന്നത് കൊണ്ടുള്ള പ്രയാസകരമായ അവസ്ഥകളെ കുറിച്ച് ബൈബിൾ പല കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പാപം ചെയ്യുന്നത് മനുഷ്യ ജീവിതത്തിൽ ഭയം ഉളവാകും. 3-ാം അധ്യായം 10-ാമത് വാക്യം നാം വായിക്കുമ്പോൾ പാപം ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭയത്തെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കയീൻ പറയുകയാണ്, അവന് ഭയമുളവായി, അവൻ സഹോദരനെ കൊന്നു, അവൻ വളരെ ഭയം ഉളവായി അവന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് അവൻ പറയുന്നു, ഞാൻ പോയാൽ മറ്റുള്ളവരെ കൊല്ലും എന്ന് പറയുന്ന ഒരു വലിയ ഭയം അവനെ ഭരിക്കുവാനിടയായി. പ്രിയ സ്നേഹിതരെ, പാപം ചെയ്യുന്ന ജീവിതത്തിൽ ഒരു ഭയം എപ്പോഴും ഉണ്ടായിരിക്കും. ആയതുപോലെ തന്നെ പാപം മറയ്ക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പാപം മറയ്ക്കുന്നത് കുഴപ്പം ഉണ്ടാക്കും എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആഹാന്റെ ജീവിതത്തിൽ പാപം ചെയ്തു, അതിന്റെ ഫലമായിട്ട് അവന് വിലക്കപ്പെട്ട സപദാർപ്പണ വസ്തുക്കൾ മോഷ്ടിച്ച് തന്റെ കൂടാരത്തിൽ ഒളിച്ചു വെച്ചു. അത് വളരെ കുഴപ്പങ്ങൾക്ക് കാരണമായി. അത് ഹായി പട്ടണം പിടിച്ചടക്കുവാൻ പോയെങ്കിലും അവരവിടെ പരാജയപ്പെടുവാനിടയായി. അതിന്റെ കാരണങ്ങളെ കുറിച്ച് യോശുവ അന്വേഷിച്ച് അത് കണ്ടെത്തിയപ്പോഴാണ് ആഹാൻ സാപദാർപ്പണ വസ്തുക്കൾ എടുത്ത് കൂടാരത്തിൽ ഒളിച്ചു വെച്ചു എന്നുള്ളതാണ്. എന്നാൽ അവനെ കുലംകുലമായി ആളുകളെ വരുത്തി ശോധന ചെയ്ത് ആഹാനെ പിടിക്കുകയും അവിടെ കല്ലെറിഞ്ഞു കൊന്ന്, അതിനാണ് ആഹോർ താഴ്വര എന്ന് പറയുന്നത്. ആ പാപം മറച്ചു വയ്ക്കുവാൻ പോയതുകൊണ്ട് വളരെ കുഴപ്പമുണ്ടായി. അതുപോലെ തന്നെ പാപം ഏറ്റുപറയുന്നത് ക്ഷമ ഉളവാക്കുമെന്നാണ് ദൈവജനം പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 13-ഉം 14-ഉം വാക്യം നാം വായിക്കുമ്പോൾ പാപം ഏറ്റുപറയുന്നിടത്ത് ക്ഷമയുണ്ടായതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ പാപം മായ്ച്ചു കളയുന്നത് സമാധാനം ലഭിക്കും. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ പാപം അത് ക്ഷമിച്ചു കിട്ടുന്നത്, അല്ലെ പാപം മായ്ച്ചു കളയുന്നത് സമാധാനത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. അപ്പം ലോകവ്യാപകമായി മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് പാപമാണ്. ഈ പാപം മനുഷ്യ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കളയുമ്പോൾ, മായ്ച്ചു കളയുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നു. മാത്രമല്ല പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ മനുഷ്യന് ക്ഷമ ലഭിക്കുവാനും ഇടയായി തീരുന്നു. ഇങ്ങനെ പാപപരിഹാരം മനുഷ്യൻ പ്രാപിക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ സമാധാനവും അവന്റെ കുടുംബത്തിൽ സന്തോഷവും അവൻ സമൂഹത്തിൽ ഏറ്റവും മാന്യമായ ഒരളവിൽ മുന്നോട്ട് പോകുവാനും ഇടയായി തീരുന്നത്. അതിന് പാപത്തിൽ നിന്നുള്ള മോചനം മനുഷ്യന് ലഭ്യമായി തീരണം. അതിന് സുവിശേഷം മാത്രമാണ് കാരണമായിട്ടുള്ളത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു എന്ന് ദൈവജനം പറയുന്നു. മനുഷ്യനെ അവന്റെ പാപത്തിന് രക്ഷിക്കുവാൻ
യാതൊരു മാർഗവും ദൈവം കാണാതെ വന്നപ്പോൾ ഏതെങ്കിലും പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ സ്വഭാവ രൂപീകരണം കൊണ്ടോ സൽപ്രവൃത്തി കൊണ്ടോ മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ കഴിയുമായിരുന്നു എങ്കിൽ, യാഗം കൊണ്ടോ വഴിപാട് കൊണ്ടോ രക്ഷപ്പെടുവാൻ കഴിയുമായിരുന്നെങ്കിൽ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കേണ്ട ആവശ്യം വരികയില്ലായിരുന്നു. എന്നാൽ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവരെ മോചിക്കുവാൻ ഈ വക കർമ്മങ്ങൾ കൊണ്ട് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപങ്ങള് സ്വയം ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവന്റെ ക്രൂശ് മരണത്തിൽ അത് പാപമോചനം ചൊരിയപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശിന് ശക്തിയുണ്ട്. മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിഞ്ഞ ഒരു സ്ഥലമാണ് ക്രൂശ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്കോ ദൈവശക്തിയാണ്. അത് ഭോഷത്വമായി ചിലർക്ക് തോന്നുമെങ്കിലും അത് രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്. മറ്റൊരുത്തനും ലക്ഷ്യമില്ല നാം രക്ഷിക്കപ്പെടുവാൻ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന ഏകനാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ലോകത്തിൽ നാം അനേക പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തു മാത്രമാണ് പാപികളെ രക്ഷിക്കുന്നതെന്ന് മാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, രാജാവായി വേഗം വരുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ വേഗം വരുന്നവനായി യേശു ക്രിസ്തുവിനെ എതിരേക്കുവാനായിട്ട്, സ്വീകരിക്കുവാനായിട്ട്, യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ജനങ്ങളോട് സുവിശേഷം അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് പ്രസംഗിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോയി. പല ഇടങ്ങളിലും താൻ കടന്നുപോയി. താൻ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്തു, സഭകൾ സ്ഥാപിച്ചു മുന്നോട്ട് പോകാനിടയായി തീർന്നു. അങ്ങനെ ശൗലിന്റെ സുവിശേഷ പ്രവർത്തനം വളരെ ശക്തമായി മുന്നോട്ട് പോയി. 9-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ മറ്റൊരു ദൈവദാസനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ബർന്നബാസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ. 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിനെ കൂട്ടി അപ്പോസ്തലന്മാരെ കൊണ്ടുവന്നു. അവൻ വഴി വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവിനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുമെല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. ശൗൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നു. എന്നാൽ അപ്പോസ്തലന്മാരായ ആളുകൾ യെരൂശലേമിലുള്ള മറ്റ് അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് ശൗലിനെ കൊണ്ടുവന്നെങ്കിലും അവർ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. കാരണം ക്രിസ്തുമാർഗത്തിന് ഏറ്റവും വിരോധമായി നിന്ന ഒരു വ്യക്തിയാണ് ശൗല്. ഭയാശങ്കയോടുകൂടെ മാത്രമേ അവർക്ക് അവനെ കാണുവാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ബർന്നബാസ് എന്ന് പറയുന്ന ശിഷ്യൻ ശൗലിനെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനിടയായി തീർന്നു. ബർന്നബാസ് താന് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷ നിർവഹിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവരെ യേശു ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, അവരെ സുവിശേഷ യോഗങ്ങളിലേക്ക്, സഭായോഗങ്ങളിലേക്ക്, കൺവെൻഷൻ പ്രസംഗങ്ങളിലേക്ക്, അതുപോലെ സുവിശേഷം എവിടേക്ക് പ്രസംഗിക്കുന്നോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയാണ് ബർന്നബാസ് നിർവഹിച്ചത്. ആ നിലയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയും. തെളിയിച്ച് പ്രസംഗിക്കുവാൻ നമുക്ക് കഴിയും. മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സുവിശേഷ യോഗങ്ങളിലേക്കോ സഭായോഗങ്ങളിലേക്കോ ബൈബിൾ ക്ലാസ്സുകളിലേക്കോ അത് സുവിശേഷ പരസ്യ യോഗങ്ങളിലേക്കോ അങ്ങനെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മറ്റുള്ളവരെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ദൈവവചനം കേൾപ്പിച്ച് കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെയുള്ളൊരു ശുശ്രൂഷയാണ് ബർന്നബാസ് നിർവഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 9-ാം അധ്യായത്തിന് 32-ാമത് വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയും യൂർദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷപാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനിയോസ് എന്ന പേരുള്ള മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനിയോസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടവും സഞ്ചരിക്കൽ യൂർദ്ദയിൽ പാർക്കുന്ന മനുഷ്യന്മാരുടെ അടുക്കലും ചെന്നു എന്നുള്ള വായിക്കുന്നുണ്ട്. എല്ലായിടവും സഞ്ചരിക്കുന്ന ഒരു മിഷണറി ആയിരുന്നു പത്രോസ്. എല്ലായിടങ്ങളിലും സഞ്ചരിച്ച് കടന്നുപോയി വിശുദ്ധന്മാരെ സന്ധിക്കുകയും അവരുമായി ആത്മീയ സംസർഗത്തിൽ ഏർപ്പെടുകയും ദൈവജനം പങ്കിട്ടു കൊടുക്കുകയും അത് രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയുള്ള ശുശ്രൂഷകളും പ്രയോജനകരമാണ്. സുശാക്ഷീകരണത്തിൽ എല്ലായിടവും സഞ്ചരിക്കുക,
വിശുദ്ധന്മാരുമായി കൂട്ടായ്മ കൂടുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവജനത്തിൽ ഉറപ്പിക്കുക, മറ്റുള്ളവരെ ദൈവജനം പഠിപ്പിച്ച് ദൈവകൃപയിലേക്ക് കൊണ്ടുവരിക. സഞ്ചാരം മിഷണറിയായി പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. 9-ാം അധ്യായത്തിന്റെ 36-ാമത് വാക്യത്തിലേക്ക് വരുമ്പോൾ, യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്ന തബീത എന്ന് പറയുന്ന ഒരു ശിഷ്യയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സുവിശേഷീകരണത്തിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ശുശ്രൂഷയാണ് സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോരുക എന്നുള്ളത്. പ്രയാസമനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്നതായിരിക്കുന്ന ആളുകളെ സഹായിക്കുവാനും സുവിശേഷ വേലയ്ക്ക് സാമ്പത്തികമായി സഹായം നൽകുവാനും സൽപ്രവർത്തികൾ ചെയ്ത് മറ്റുള്ളവരുടെ പ്രവർത്തികളാൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു മഹനീയമായ ശുശ്രൂഷയാണ് ഇവിടെ തബീത ചെയ്തു വന്നത്. അങ്ങനെ സുവിശേഷീകരണത്തിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനും അവർക്ക് സാമ്പത്തികമായി കൈത്താങ്ങലുകൾ പ്രോത്സാഹനങ്ങൾ നൽകി സഹായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. തബീതയെ സംബന്ധിച്ചിടത്തോളം അതിന് 39-ാം വാക്യത്തിൽ വായിക്കുന്നു, അവിടെ വിധവമാരെല്ലാവരും കരഞ്ഞും കൊണ്ടും തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവന് ചുറ്റും നിന്നു എന്ന് വായിക്കുന്നുണ്ട്. ധാരാളം കുപ്പായങ്ങളും ഉടുപ്പുകളും അതുപോലെയുള്ള സാമൂഹ്യ സേവനങ്ങൾ, സാധാരണക്കാർക്ക് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, അതുപോലെ ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുക, അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു പ്രവർത്തകയായിരുന്നു തബീത. സുവിശേഷീകരണത്തിൽ പ്രകാരമുള്ളതായിരിക്കുന്ന ശുശ്രൂഷകൾ നമുക്ക് ചെയ്യുവാൻ കഴിയും. കർത്താവ് പറഞ്ഞു, സാധാരണക്കാരെ സഹായിക്കുന്ന ശുശ്രൂഷ നമുക്ക് ചെയ്യുവാനായിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലും അപ്രകാരമുള്ളതായിരിക്കുന്ന പ്രവൃത്തികൾ താൻ ചെയ്യുവാനിടയായി തീർന്നുള്ളൂ. അത് സുവിശേഷീകരണത്തിൽ സൽപ്രവൃത്തികൾ ചെയ്ത് അനേകരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്രകാരമുള്ള ശുശ്രൂഷകൾ കൂടി ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ജനത്തിന്റെ ആഴമായ ആവശ്യങ്ങളോട് പ്രസംഗിക്കുക. മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിവർത്തിക്കുവാൻ സാമൂഹ്യ പരിഷ്കാരം കൊണ്ടോ ഭൗതിക സമൃദ്ധി കൊണ്ടോ ഒരിക്കലും സാധ്യമല്ല. മനുഷ്യന്റെ ജീവിതത്തിന്റെ ആധാരം ഭൗതിക സമൃദ്ധി അല്ല എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ഓർപ്പിക്കുകയുണ്ടായി. ക്രിസ്തുവിനെ കൂടാതെയുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശൂന്യതയുണ്ട്. എല്ലാ മനുഷ്യരിലും എന്താണെന്നറിയാത്ത ഒന്നിനു വേണ്ടി കേഴുകയാണ്. അതിനൊരു കോടി രൂപ കൊടുത്തും അത് അവന് സംതൃപ്തമാക്കുകയില്ല. അല്ലെങ്കിൽ ലൗകിക സുഖം മറ്റെല്ലാ ഉല്ലാസങ്ങളും ലഭ്യമാകും, അവയൊന്നും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആഴമായ ഒരു ദാഹത്തെ ഇല്ലാതാക്കുന്നില്ല. ദൈവത്തിന് മാത്രം നിറയ്ക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ആകൃതിയിലുള്ള ഒരു ശൂന്യത ഓരോ മനുഷ്യന്റെ ജീവിതത്തിലുമുണ്ട്. ഈ ശൂന്യത മനസ്സിലാക്കിക്കൊണ്ട് വേണം, മനുഷ്യൻ ശൂന്യത നിറഞ്ഞവനാണ്. അവന്റെ ശൂന്യതയ്ക്ക് പരിഹാരം വരുത്തുവാൻ, അത് നികത്തിയെടുക്കുവാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ കുറ്റബോധമുള്ള ആളുകളാണ് അധികം. കുറ്റബോധമുണ്ട്. ആ കുറ്റബോധമുള്ള ആളുകൾക്ക് ആ കുറ്റബോധത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് കഴിയാതിരിക്കുമ്പോൾ ആ സ്ഥാനത്ത് മനുഷ്യനെ കുറ്റബോധത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയുന്നത് സുവിശേഷമാണെന്നുള്ള വസ്തുത നാം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അതനുസരിച്ചുള്ള ശുശ്രൂഷകളാണ്, വചനങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്ക് നൽകേണ്ടത്. അവനെ അലട്ടുന്ന, അവന് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വേണം അവരോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാനായിട്ട്. മരണഭീതി മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന മറ്റൊരു വിഷയമാണ്. ഏത് മനുഷ്യന്റെ ജീവിതത്തിലും മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയമുണ്ട്. എന്നാൽ മരണ ഭയമില്ലാത്തത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമാണ്. പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നതും ലാഭമാണ് എന്ന് പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ അതിജീവിക്കുക, മരണത്തെ വെല്ലുവിളിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവത്തിലേക്ക് സുവിശേഷം മനുഷ്യനെ മാറ്റുന്നതാണ്. അതുകൊണ്ട് മരണഭയമുള്ള മനുഷ്യരാണ് നമ്മുടെ ചുറ്റുപാടും പാർക്കുന്നതെന്ന് മനസ്സിലാക്കി അവരോട് മരണഭയത്തിൽ നിന്നുള്ള മോചനം മനുഷ്യൻ നൽകുവാൻ കഴിയുന്നത് മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് മാത്രമേ മനുഷ്യന്റെ മരണത്തിന് ആ ഭയത്തിൽ നിന്ന് അവരെ വിടുവിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം നമ്മവരെ ഓർപ്പിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവന്റെ മരണഭയം മാറിപ്പോകുന്നു, അവൻ നിത്യതയ്ക്ക് ഒരുക്കപ്പെടുന്നു എന്നുള്ള സന്ദേശം അവർക്ക് കൊടുക്കുവാൻ നാം ഉത്സാഹിക്കേണ്ടതാണ്.
എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്? ഒന്ന്, അധികാരത്തോടെ ദൈവത്തിന്റെ വചനം നമ്മൾ സംസാരിക്കേണ്ടതാണ്. വചനം സംസാരിക്കുന്നതിന് മുമ്പ് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് നമ്മളൊരു ദൂത് പ്രാപിച്ചെടുക്കണം. ആ ദൂത് നമുക്ക് ഹൃദയത്തിൽ ആഴമായി പതിയുകയും അത് പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ നമ്മൾ സംസാരിക്കുകയും ചെയ്യേണ്ടതാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വിശ്വാസം സംജാതമാണെന്നുണ്ടെങ്കിൽ ദൈവവചനം കേൾക്കണം. ദൈവവചനം കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ വചനം ശരിയാവണ്ണം നമ്മൾ ധ്യാനിച്ച് അതിന് ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സന്ദേശം പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി നാം അറിയിക്കേണ്ടതാണ്. അങ്ങനെ അധികാരത്തോടുകൂടി ദൈവത്തിന്റെ വചനം സംസാരിക്കണം. രണ്ടാമതായി നാം സുവിശേഷം അറിയിക്കുമ്പോൾ വളരെ ലളിതമായ നിലയിൽ സുവിശേഷം അറിയിപ്പാൻ നാം ശ്രദ്ധിക്കപ്പെടണം. കാരണം ഭാഷ എന്ന് പറയുന്നത് ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നാം പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമായി സുവിശേഷ സത്യങ്ങൾ ഘോഷിക്കപ്പെടണം. അഥവാ നാം പ്രസംഗിക്കുന്ന വചനങ്ങൾ ആളുകളുടെ തലയ്ക്ക് മുകളിലൂടെ പോകാതെ അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ വചനം ആധികാരികമായി വളരെ ലളിതമായ ഭാഷയിൽ സംസാരിപ്പാൻ നാം ഉത്സാഹിക്കണം. യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ കർത്താവ് ആളുകളെ മനസ്സിലാക്കി കൊടുത്തത്. വിതയ്ക്കുന്ന ഉപമയൊക്കെ പറയുമ്പോൾ ഒരുപാട് വിതയ്ക്കുവാൻ പോയി, ചിലത് വഴിയരികിൽ വീണു, മറ്റു ചിലത് പാറസ്ഥലത്ത് വീണു, മറ്റു ചില മുള്ളിനിടയിൽ വീണു, മറ്റു ചിലത് നല്ല സ്ഥലത്ത് വീണു. ഇങ്ങനെ യേശുക്രിസ്തു വളരെ ലളിതമായി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലും കാര്യങ്ങൾ ആളുകളെ ബോധ്യമാക്കി കൊടുത്താണ് സുവിശേഷം മറ്റുള്ളവരോട് അറിയിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മളെ പ്രസംഗങ്ങൾ വളരെ ലളിതമായി ആളുകൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പ്രസംഗിക്കുവാൻ ഉത്സാഹിക്കണം. പിന്നീട് നാം സുവിശേഷം അറിയിക്കുമ്പോൾ ആവർത്തിച്ച് പ്രസംഗിക്കുവാൻ ഉത്സാഹിക്കണം. കാരണം മുഴു ലോകത്തിന് രക്ഷയ്ക്കുള്ള ജനകോടികളുടെ രക്ഷയ്ക്കുള്ള സന്ദേശമാണ് സുവിശേഷം. അതൊരു പ്രാവശ്യം പ്രസംഗിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. പിന്നെയും പിന്നെയും ജനം മാനസാന്തരപ്പെടുന്നത് വരെ, രക്ഷയിലേക്ക് വരുന്നത് വരെ ഒരു സുവിശേഷ പ്രഭാഷകൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ ലോക ജനങ്ങളുടെ രക്ഷയ്ക്കുള്ള സന്ദേശം അറിയിക്കണം. മൂന്നാമതായി നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ വളരെ തിടുക്കത്തോടുകൂടി സുവിശേഷം അറിയിപ്പാനിടയായി തീരണം. കാരണം യേശുക്രിസ്തുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ മരണം എപ്പോഴാണ് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ നാം കേൾക്കുന്ന സന്ദേശം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവസാനമായി കേൾക്കുന്ന സന്ദേശമായിരിക്കാം. അതുകൊണ്ട് നാം പറയുന്ന സന്ദേശങ്ങൾ വളരെ തിടുക്കത്തോടെ നാം ആളുകളോട് അറിയിക്കേണ്ടതാണ്. ആ തിടുക്കം കാണിച്ച് വളരെ ശ്രദ്ധയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, തിടുക്കത്തോടുകൂടി നമ്മൾ ദൈവത്തിന്റെ വചനം മറ്റുള്ളവരെ അറിയിക്കുക. നാം വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം, പ്രസംഗകന്റെ ജീവിതം ഒരു വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കണം. വിശുദ്ധ ജീവിതങ്ങൾ ചെയ്തിട്ട് വേണം നാം മറ്റുള്ളവരോട് ആ സുവിശേഷം അറിയിക്കുവാൻ. പൗലോസ് പറയുന്നു, ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ് ചെയ്യുന്നത് എന്ന് പൗലോസ് പറയുകയുണ്ടായി. അതുകൊണ്ട് സുവിശേഷീകരണത്തിൽ ചെയ്യുന്ന വ്യക്തികൾ വളരെ വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. നാം സുവിശേഷം അറിയിക്കുമ്പോൾ അത് വളരെ സ്നേഹത്തോടുകൂടെ തന്നെ മറ്റുള്ളവരോട് സംസാരിപ്പാനിടയായി തരണം. കാരണം ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണമെന്ന് ദൈവജനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മളെ സമശിഷ്ടങ്ങളോട് സുവിശേഷം അറിയിക്കുമ്പോൾ അത് വളരെ സ്നേഹത്തോടുകൂടെ അവരോട് അറിയിപ്പാനിടയാകണം. അവരുടെ രക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് നാം അവരോട് സംസാരിക്കുമ്പോൾ സ്നേഹപൂർവമായ ഭാഷയിലൂടെയും ആംഗ്യത്തിലൂടെയും ശൈലിയിലൂടെയും അവരെ സ്നേഹത്തോടെ മാടി വിളിച്ച് സുവിശേഷം അവരുടെ ഉള്ളിൽ എത്തിക്കുവാൻ നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. സമൂഹത്തോട്, ദേശത്തോട്, രാജ്യത്തോട്, സമൂഹങ്ങളോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി വേണം നമ്മൾ ദൈവവചനം പറയുവാൻ. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ തന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തു, ചെറുടന്മാർക്ക് കേൾവി കൊടുത്തു, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, 5 പൊണ്ണ കയ്യായിരങ്ങളെ പോഷിപ്പിച്ചു. ഇങ്ങനെ പ്രതിബദ്ധതയോടുകൂടെ ജീവിതത്തിന് നാനാ തുറയിലുള്ള ആളുകളോട്
തനിക്കൊരു പ്രതിബദ്ധതയുണ്ടായിരുന്നു. ആ പ്രതിബദ്ധതയോടുകൂടിയാണ് കർത്താവ് തന്റെ ശുശ്രൂഷ നിർവഹിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ആ പ്രതിബദ്ധതയോടുകൂടി സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുവാനായിട്ട് നാം ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ മധ്യ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സുവിശേഷകൻ പ്രഭാഷണത്തിനായി പോയി. അദ്ദേഹം അവിടെ വളരെ ആത്മഭാരത്തോടുകൂടി അവിടെ പഠിക്കുന്നതായ ഡോക്ടറേറ്റ് പഠിക്കുന്നതായ വിദ്യാർത്ഥികളെ അവർ സുവിശേഷം അറിയിച്ച് രക്ഷയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി വളരെ ആത്മഭാരത്തോടുകൂടി അദ്ദേഹം അവിടെ പ്രഭാഷണങ്ങൾ നടത്തി. എന്നാൽ യോഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഒരു പെൺകുട്ടി മുന്നോട്ട് വന്ന് പറഞ്ഞു, നിങ്ങളുടെ പ്രഭാഷണമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളുടെ തത്വസംഹിതയ്ക്കൊന്നും ഞങ്ങൾ വശമതരാകാൻ താല്പര്യപ്പെടുന്ന ഇതിനോട് ഒട്ടും പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സുവിശേഷനോട് സംസാരിക്കാനിടയായി തീർന്നു. അദ്ദേഹം അപ്പോൾ ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് നിനക്ക് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വിരോധമൊന്നുമില്ല. അദ്ദേഹം ആ സമയത്ത് ആ സ്ഥലത്ത് മുട്ടുകുത്തി നിന്നുകൊണ്ട് വളരെ കണ്ണുനീരോടുകൂടെ ആ പെൺകുട്ടിക്ക് വേണ്ടി ആ ദൈവത്തോട് അപേക്ഷിച്ചു. കർത്താവിനോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനാ ശബ്ദം ഈ പെൺകുട്ടി ശ്രദ്ധിക്കുവാനിടയായി. അവിടെ കണ്ണുകൾ നിറയുവാനിടയായി. അവളും കണ്ണുനീരോടുകൂടി കരഞ്ഞ് ആ പ്രാർത്ഥനയിൽ അവൾ ലയിച്ചു ചേരുവാനിടയായി. അദ്ദേഹം കണ്ണ് തുറന്നു നോക്കിയപ്പോൾ പെൺകുട്ടി ആ കണ്ണുനീരോടുകൂടി നിൽക്കുന്നത് കണ്ടു. ആ അദ്ദേഹത്തെ വിളിച്ചു, അടുത്ത ബെഞ്ചിൽ ഇരുന്നു, സുവിശേഷം പറഞ്ഞു. അവൾ സുവിശേഷം കേട്ടു, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അതുകൊണ്ട് കണ്ണുനീരോടുകൂടെ നാം പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുമ്പോൾ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാനാണ്. ദൈവത്തിന്റെ വചനത്തിൽ സങ്കീർത്തനം വായിക്കുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ സുവിശേഷീകരണത്തിൽ ശ്രദ്ധേയമായ ഒരു വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമ്മുടെ വശിയാതമ്പുരാൻ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയും പകല് മുഴുവൻ പ്രവർത്തിക്കുകയും ചെയ്തു. യേശു ക്രിസ്തു പിതാവിനോടുള്ള സംസർഗത്തിൽ രാത്രിയാമങ്ങൾ ചിലവഴിച്ചു എന്നുള്ളത് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ശ്രമകരമായ ശക്തമായ സുവിശേഷീകരണത്തിന് പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. ആ നിലയിൽ പ്രാർത്ഥനയോടുകൂടെ ഈ സുവിശേഷീകരണം നാം ചെയ്യുമ്പോൾ വാസ്തവമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ജനഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തി രക്ഷയുടെ സന്തോഷത്തിലേക്കും ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളിലേക്കും ആളുകളെ വഴി നടത്തുവാൻ ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.